ഹലോ, ഗുഡ് മോർണിംഗ്. ഇത് ഞങ്ങളെ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എക്കോപോണിക്സ് എങ്ങനെയാണ് കൃഷി ചെയ്യാനുള്ള. ഇതിൽ കണ്ടല്ലേ മീനുകളുണ്ട്. ഈ അക്വാപോണിക്സിലൂടെ ഞങ്ങൾ ഉണ്ടാക്കിയ പച്ചക്കറിയാണത്. വെണ്ട ഉണ്ടായി കിടക്കുന്നുണ്ട്. കണ്ടില്ലേ, എല്ലാത്തിലും വെണ്ട ഉണ്ടായി കിടക്കുന്നുണ്ട്. കുറച്ച് നെറ്റർ ഉപയോഗിച്ച് മാത്രം ഉണ്ടാക്കിയതാണിത്. അത് കുറച്ച് തോതിലാണ് ഉണ്ടാക്കിയത്. എങ്ങനെയാണ് ഉണ്ടാവുകയെന്ന് അറിയില്ലല്ലോ, അതിനനുസരിച്ച് ഉണ്ടാക്കിയതാണ്. അതെന്തായാലും വിജയകരമായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ ചെറിയ ചീരി ഇടവേളയായിട്ട് ചീരി ഇട്ടിട്ടുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഒരു പറമ്പിൽ അല്ലാതെ തന്നെ കൃഷി ചെയ്തുണ്ടാക്കിയതാണ് ചേന. കണ്ടില്ലേ. ഗുഡ് മോർണിംഗ്. ഞാൻ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ. അത് അക്വാപോണിക്സ് ചെയ്യുന്ന രീതിയെ കുറിച്ചിട്ട്. അതിൽ മീനുകൾ ധാരാളമായിട്ടുണ്ട്. കണ്ടില്ലേ. അതെ, ഈ മീനിൻ്റെ ഈ വെള്ളമാണ് ഫിൽറ്റർ ചെയ്തിട്ടാണ് അക്വാപോണിക്സ് നമ്മൾ തുടങ്ങിയത്. അപ്പം എല്ലാത്തിലും വെണ്ട ഉണ്ടായി നിൽക്കുന്നുണ്ട്. കണ്ടില്ലേ, വെണ്ട നല്ല വലിയ വെണ്ടയാണ്, എല്ലാത്തിലും ഉണ്ടായിട്ടുണ്ട്. അതേമാതിരി അതിൻ്റേതായിട്ട് ചെറിയ ചീരകൾ ഇട്ടിട്ട് ചീരേൻ്റെ വിത്ത് ഇങ്ങനെ മുളച്ച് വന്നിട്ടുണ്ട്. പിന്നെ അതിൽ കൂടെ തന്നെയാണ് ഈ മുളക് പൂട്ട് വരുന്നുണ്ട്. ഉണ്ടല്ലേ. ഏതായാലും ഇത് ഈ ശ്രമം നല്ല ആദ്യമായിട്ട് പരീക്ഷിച്ച് നോക്കിയതാണ് ഇങ്ങനെ ഉണ്ടാവുമെന്നുള്ളത്. അത് നല്ല വിജയമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ പറമ്പിൽ ഒരു ചേന നട്ടിട്ടുണ്ടായിരുന്നു. ആ ചേന വിളവെടുത്തപ്പോൾ കുറച്ച് വലുപ്പത്തിലുള്ളൊരു ചേനയും കിട്ടി.